ഗൈസ്, ജാസ്മിൻ ചേച്ചിയുടെ കല്യാണം ഇന്നാണ് ഗൈസ്. അങ്ങനെ 26-ാം തീയതി വന്നു ഗൈസ്. ഇവിടെ എല്ലാവരും ഒരുങ്ങുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് ഗൈസ്. അപ്പോൾ ജാസ്മിൻ ചേച്ചി ഒരുങ്ങി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രൈഡ് ആൻഡ് ഗ്രൂമിന് വേണ്ടിയിട്ടാണ്. ഗ്രൂമില്ല, ബ്രൈഡിനെ ഞാൻ കാണിച്ചത്. ജാസ്മിൻ ചേച്ചി എന്ത് ചെയ്യാനോ, നമുക്ക് സമയമില്ല. 10 മണി 10:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ആരും റെഡി ആയിട്ടില്ല. നമ്മൾ കുറേ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോഴാണ് ഫുഡ് കഴിക്കാൻ സമയം കിട്ടാൻ. 5 മണിക്ക് കഴിഞ്ഞിട്ട് പോയി ഒരുങ്ങി വന്നിരിക്കുന്നതാണ്. ഡ്രസ്സ് നോക്കൂ ഗൈസ്, കുറേ ഉണ്ട്. ഞാൻ പോക്കോട്ടെ ഏട്ടാ. ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർക്ക് അന്ധകാരത്തിൽ നടക്കുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, പ്രത്യേകമായിട്ട് ഇന്ന് വിവാഹം എന്ന ഉദാശയിലൂടെ പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ജുവലിനും ജാസ്മിനും രണ്ടുപേരും കുര്യാക്കോസും ക്ലാരയും പെട്ടെന്ന് പഴയ മാമോദിസ പേര് ജസ്റ്റ് ഓർമ്മയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ജനുവരി 26, 2026 സ്പെഷ്യൽ ഡേറ്റാണ്. ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കായിട്ട് ദൈവം തൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയ ദിവസമാണ് ജനുവരി 26, 2026. പുതിയ കുടുംബത്തിന് തുറന്നു നോക്കാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളിലൂടെ ഒരു പുതിയ പദ്ധതി തുടങ്ങാനായിട്ട് പോവുകയാണ്. നിങ്ങളെ ലഭിക്കുകയാണ്. പുതിയ കുടുംബത്തിൽ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൽ പൊൻകുടി ഉയരുന്നു,
സത്യം. അപ്പോ കുടുംബം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് പോസിബിൾ അല്ലെ ഇമ്പോസിബിൾ ബിക്കം പോസിബിൾ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ പദ്ധതിയുടെ പ്രകാരമുള്ള പോസിബിലിറ്റിയാണ് കേട്ടോ. മനുഷ്യ സഹജമായ ബലഹീനതകളും കുറവുകളും ഉള്ളവരാണ് എല്ലാവരും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രതിജ്ഞയുടെ അർത്ഥം പൂർണ്ണമായി വളരെ അർത്ഥവത്തായ പേരുകളാണ് അല്ലേ. ക്ലാര ഞങ്ങളുടെ സഭയിലെ ഫ്രാൻസിസ് പിതാവിൻ്റെ സഹോദരിയാണ്. രണ്ടാം ഫ്രാൻസിസ്കൻ സെക്കൻഡ് ഓർഡറിന്റെ ഫൗണ്ടറാണ് സെന്റ് ക്ലയർ. ക്ലാര എന്ന പദത്തിൻ്റെ പേര് പ്രകാശമെന്നാണ്. അപ്പോൾ കുര്യാക്കോസിന്റെ ജീവിതത്തിൽ എന്നും ക്ലാര ഒരു പ്രകാശമായിട്ട് മാറട്ടെ. കയറുന്ന ഭവനത്തിലും ഒരു പ്രകാശമായിട്ട്, മെഴുകുതിരി നാളമായിട്ട് മാറട്ടെ. കുര്യാക്കോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കൂടാരം അല്ലെങ്കിൽ അഭയം നൽകുന്നവൻ എന്നാണ്. അപ്പൊ കുര്യാക്കോസ് ദൈവം മനുഷ്യന് അഭയം നൽകുന്ന പോലെ ക്ലാരയുടെ ജീവിതത്തിൽ എന്നും ഒരു കൂടാരമായിട്ട്, സ്നേഹത്തിന്റെ കൂടാരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശുമരണം വഴി തിരുസഭയെ അതുമായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമത്തോടും കൂടി യാസ്മി എന്ന് വിളിക്കപ്പെടുന്ന ക്ലാരയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. യാസ്മി എന്ന് വിളിക്കപ്പെടുന്ന ക്ലാര മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജുവൽ എന്ന് വിളിക്കപ്പെടുന്ന കുര്യാക്കോസിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കും. പ്രാഗത്തിന്റെയും സഹാബത്തിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന്
വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സ്നേഹത്തിന് സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും ഭക്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നന്ദി പറയുകയും അടുത്തടുത്ത് അപേക്ഷിക്കുകയും ചെയ്യാം. അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഔസേപ്പച്ചൻ ജാസ്മിൻ്റെ ആഗ്രഹമായിരുന്നു ഔസേപ്പച്ചൻ താലി എടുത്തു കൊടുക്കണമെന്ന്. കാരണം കളിക്കൂട്ടുകാരനായിരുന്നു. ഒരേ സമപ്രായക്കാരായവർ, ഒരുമിച്ച് കളിച്ച് വളർന്നവർ, ആങ്ങളെ പോലെ കണ്ട ആങ്ങളെ തന്നെയായ ഔസേപ്പച്ചൻ കെട്ടിക്കണം, വിവാഹമെന്ന കുദാശ ആശീർവദിക്കണമെന്നുള്ള ആഗ്രഹം അതിവിടെ സഫലമായി ഔസേപ്പച്ചൻ വെച്ചു. പുതിയ കുടുംബത്തിൽ കതിരുകളുയരുന്നു, തിരുസഭയിൽ തൊടുപുറയുന്നു. വാഴണമെന്നും വാഴണമെന്നും പുതിയ കുടുംബത്തിൽ കതിരുകളുയരുന്നു, തിരുസഭയിൽ തൊടുപുറയുന്നു. ജാസു മുടി കുറച്ച് മതി. അച്ഛനപ്പാപ്പി എന്ത് തോന്നുന്നു? ഉണ്ടായിരിക്കും. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ജുവലും ജാസ്മിനും കർത്താവിൻ്റെ തിരുവൾത്താരയും ഒന്നായതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. രണ്ടുപേരോടും കല്യാണം കഴിഞ്ഞപ്പോൾ എന്നാ പറയാനുള്ളത് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക്? രണ്ടുപേരും ദൈവത്തോട് വിശ്വസ്ത പുലർത്തുക, പരസ്പരം വിശ്വസ്ത പുലർത്തുക. ഓക്കെ, കേട്ടല്ലോ. അതുപോലെ
എടുത്തോളൂ. ഓക്കെ, അതുപോലെ തന്നെ പൊക്കി രണ്ട് സൈഡിൽ വാ. അതുപോലെ തന്നെ കൊടുക്കണേ, പറയുമ്പോൾ കൊടുക്കണേ. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ. ഓക്കെ, കൈമില്ല ഇറങ്ങി കേട്ടോ.